യെസ് ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീസ് റിയാക്ഷൻ. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ റിവ്യൂ പറയാൻ പോവാണ്, വിഷ് മി ലക്ക്. അങ്ങനെ ഞാൻ ഇന്ന് പോയി കണ്ട സിനിമ നമ്മുടെ സുരേഷ് ബാബുവിൻ്റെ റൈറ്റിങ്ങിൽ ടിജോ ജോസ് ആൻ്റണി നമ്മുടെ സ്വന്തം ടൊവിനോ തോമസിന് വെച്ചെടുത്ത പള്ളിച്ചട്ടമ്പിയാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ റിയാക്ഷനിലേക്കാണ് പോകാനും പോകുന്നത്. മ്യൂസിക് ജെക്സ് വിജയ് ആയിരുന്നു, ഗംഭീരം ആയിരുന്നു മ്യൂസിക്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ റിയാക്ഷൻസ്. യെസ്, അങ്ങനെ പള്ളിച്ചട്ടമ്പി പേര് പോലെ തന്നെ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞാൽ. പള്ളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഇഷ്യൂസിനെ അവർ ഫേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു വെപ്പണിനെയാണ് ഒരു പള്ളിച്ചട്ടമ്പി എന്ന പേരിൽ പറയുന്നത്. ഓക്കെ, സിനിമ കണ്ട ശേഷമാണ് ഞാൻ പടത്തിന് ട്രെയിലർ കാണുന്നത്. അതിൽ ക്രിസ്റ്റഫർ എന്ന പേരിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞാൽ യേശുവിനെ താങ്ങി നിർത്തുന്നവൻ, അതായത് ആ റിലീജിയൻ ഇഷ്യൂ വരുന്ന സമയത്ത് അത് ആ റിലീജിയനെ താങ്ങി നിർത്തുന്നവൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് ടൊവിനോനെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും പോകെ ബിയോണ്ട് എനി റിലീജിയൻ, ബിയോണ്ട് എനി കമ്മോഡിറ്റി, നമ്മുടെ മലയാളീസിനുള്ള ഏറ്റവും വലിയൊരു ക്യാരക്ടർ ക്വാളിറ്റി, അല്ലെങ്കിൽ അതൊരു നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കും അറിയത്തില്ല. കാരണം ബാക്കിയുള്ള സമയത്ത് മുഴുവൻ തമ്മിൽ തല്ലുകയും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. ഓക്കെ, അത് ഈ പടത്തിൽ നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പടത്തിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് രണ്ട് ആൾക്കാരെയാണ്. ഒന്ന് ടൊവിനോ, രണ്ട് ജെക്സ് വിജയ്. മ്യൂസിക് അടിപൊളിയായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് മിക്സിങ് എല്ലാം ഗംഭീരമായിരുന്നു. തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ വേറെ ലെവൽ ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, പല സ്ഥലത്തും എനിക്ക് ഗൂസ് ബംസ് അടിക്കാനും എന്താ പറയുക, ചെറിയ സീൻസിനെ പോലും മ്യൂസിക് വെച്ച് ജെക്സ് വിജയ് എത്തിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മൂപ്പർ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മൂപ്പൻ്റെ ഏറ്റവും വലിയൊരു ടാലൻ്റാണ്. ജെക്സ് വിജയൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ അറിയാത്ത ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും ഗംഭീര മ്യൂസിക്കാണ് മൂപ്പര് കഴിഞ്ഞ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജെക്സ് വിജയൻ്റെ മ്യൂസിക്. പിന്നെ ലൈക്ക് എ സെഡ് ടൊവിനോൻ്റെ ഹാർഡ് വർക്ക്. ഓക്കെ, എനിക്കൊരിക്കലും ടൊവിനോ ഒരു ഗ്രേറ്റ് ആക്ടറാണ് എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അഭിനയിച്ച് തകർക്കുന്ന ഒരാളാണ് ടൊവിനോ എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ നരിവേട്ട ആയിക്കോട്ടെ, ARM ആയിക്കോട്ടെ, ഗ്രേറ്റ് പെർഫോമറാണ്. എല്ലാത്തിനും ഉപരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അത് അങ്ങയുടെ എല്ലാ സിനിമയിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മിന്നൽ മുരളി ആയിക്കോട്ടെ, നരിവേട്ട ആയിക്കോട്ടെ, ഏതാണെങ്കിലും ടൊവിനോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഇന്ന് മേ ബി ഗ്രേറ്റ് ആക്ടർ ആയിരിക്കില്ല, പക്ഷെ നാളെ ഒരു നല്ല നടനാവാൻ വേണ്ടി എത്രത്തോളം പണിയെടുക്കണോ അതിനേക്കാൾ ഒരുപിടി കൂടുതൽ തന്നെ പണിയെടുക്കുന്ന ഒരാളാണ് ടൊവിനോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ടൊവിനോ ചെയ്ത സിനിമകളിൽ മൂപ്പര് ചെയ്യണ്ടായിരുന്നു തോന്നിയിട്ടുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ എമ്പുരാൻ തന്നെയായിരുന്നു. ആസ് എ ടൊവിനോ ഫാൻ മൂപ്പർക്ക് വല്ലാതെ റോള് കമ്മിയായി പോയൊരു പടം അതായിരുന്നു. അത് ഇതിനകത്തൊരു മാക്സിമം കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടിജോ ജോസിൻ്റെ പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്നും ജനഗണമന തന്നെയാണ്. ഓക്കെ, ജനഗണമനയ്ക്ക് താഴെ ഏത് പടവും ഞാൻ വെക്കത്തുള്ളൂ. അങ്ങനെ ജനഗണമനയുടെ തൊട്ട് താഴേക്ക് വെക്കാൻ പറ്റുന്നൊരു പടമാണ് ഈ പള്ളിച്ചട്ടമ്പി. ഓക്കെ, ബാക്കി ഈ പടത്തിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൈഡു ലോഹർ, TG രവി, ബാബു ആൻ്റണി, വിജയരാഘവൻ, ഇവരൊക്കെയാണ് അടുത്ത് മറ്റ് ക്യാരക്ടേഴ്സായിട്ട് ഇതിനകത്ത് വരുന്നത്. എല്ലാവർക്കും അവരുടേതായ ഒരു റോളുണ്ട്, അതവർ പറ്റുന്ന പോലെ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് പടത്തിനകത്ത് പറഞ്ഞാൽ വില്ലൻ്റെ റിവ്യൂലായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ആ വില്ലൻ്റെ റിവ്യൂവിൽ ശരിക്കും തിയേറ്റർ ഒന്ന് ശരിക്കും കുലുങ്ങി. ഓക്കെ, അത്രയും ഗംഭീരമായിട്ടാണ് ഒരു വില്ലൻ്റെ ഒരു ഇൻട്രോ അവർ കാണിച്ചത് ഈ പടത്തിനകത്ത്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഹൈപ്പ് കൊടുക്കുന്ന സമയത്ത് എനിക്കും തോന്നി എന്താണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത്. വില്ലൻ്റെ ഇൻട്രോ സമയത്ത് എനിക്ക് മനസ്സിലായി, എനിക്ക് അത്രയും നല്ലൊരു ഒരു കിഡിലും ഫീൽ കിട്ടിയിരുന്നു വില്ലൻ്റെ ഇൻട്രോ സമയത്ത്. ഓക്കെ, പടം കഴിഞ്ഞിറങ്ങുന്ന പലരും ഇപ്പോൾ വില്ലൻ ആരാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സ്പോയിലറായിട്ട് പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരിക്കും ഐ ഗസ്സോ. കാരണം അങ്ങനെയുള്ളൊരു ആൾക്കാരെന്നും നമ്മുടെ ഈ മലയാള മുൻകരി തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്തരം സ്പോയിലേഴ്സ് ഒന്നും കേൾക്കാതിരിക്കുക. എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫീൽ മാക്സിമം നിങ്ങൾക്കും കിട്ടട്ടെ, അതുകൊണ്ട് സ്പോയിലേഴ്സ് മാക്സിമം കേൾക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ഓൾ ഇൻ ഓൾ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. ഞാനും വിചാരിച്ചു, കാരണം ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലായ സമയത്ത് സെക്കൻഡ് ഹാഫ് ഇതുപോലെ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യ പടത്തിൻ്റെ റിവ്യൂ ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. ഭയങ്കര തോട്ട്സ് ആയിരുന്നു മൈൻഡിനകത്ത്. ആദ്യ പടത്തിന് എങ്ങനെയാണ് ഇത്രയും നെഗറ്റീവ് പറയുക. പക്ഷേ പടം കണ്ടിട്ട് ഓവറായിട്ട് പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് അതിൻ്റെ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് എത്തിക്സിനെതിരായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ പിന്നെ ആ ഒരു പേടിക്കുന്ന സമയത്താണ് ഇവർ സെക്കൻഡ് ഹാഫ് മാക്സിമം അത് കോമ്പൻസേറ്റ് ചെയ്ത് വിട്ടത്. ഓക്കെ, സെക്കൻഡ് ഹാഫിന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചക്കുന്നൊരു മൊമെൻ്റ് അവർ ആ പടത്തിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഓവർ പ്രതീക്ഷ വയ്ക്കാതെ വളരെ സിമ്പിളായിട്ട് ഒരു 2.25 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടം പോയി കാണാവുന്നതാണ്. ഓക്കെ, ലൈക്ക് ഐ സെഡ്, ഫസ്റ്റ് ഹാഫ് സ്ലോ മാത്രമല്ല, ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് എനിക്ക് തോന്നി. അഭിനയം ഇൻക്ലൂഡിങ് ടൊവിനോ. ഓക്കെ, എല്ലാവരുടെ അഭിനയം ഭയങ്കരമായിട്ട് ഓവർ ഡ്രാമാറ്റിക് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറ്റിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു പീരിയഡ് മൂവിക്ക് വേണ്ട ഒരു സ്ലോ മോഷനാണോ അവർ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. പടം ഒട്ടും സ്പീഡില്ല. സെക്കൻഡ് ഹാഫ് അങ്ങനെ സ്പീഡൊന്നുമല്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് സ്പീഡ് ലിമിറ്റിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് സ്പീഡ് ലിമിറ്റിലും കുറച്ച് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം കണ്ട് എൻജോയ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കണ്ട പടത്തിനെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ ആൻഡ് ഗ്രേഡിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ബാബുവിൻ്റെ സ്റ്റോറി കുഴപ്പമില്ലായിരുന്നു. ഞാനിതുവരെ കേട്ടിട്ടില്ല മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പ്രൊപ്പഗാൻഡ പടമാണെന്ന് ഇതിനകത്ത് സ്റ്റാർട്ടിങ് മുതലേ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് വരുന്ന പേരുകളും മറ്റു കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും സംഭവിച്ചതാണോ എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ കുറച്ച് ദുരന്തമൊക്കെ അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. പ്രൊപ്പഗാൻഡ പറയുന്നുണ്ടെങ്കിലും ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസിനുള്ള കുറേ ഇൻസിഡൻറ്റിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തും കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല മുമ്പ് ഇങ്ങനെ ഒരു പള്ളിച്ചട്ടമ്പി എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. അങ്ങനെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു, മുമ്പ് ഇങ്ങനത്തെ റൈറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, പിന്നെ കൈഡുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഹീറോയിനായിട്ടാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോളുണ്ട് മൂപ്പരത്തേക്ക്. പിന്നെ അഭിനയം എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ ഡ്യൂഡിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, മൂപ്പരത്തിൻ്റെ ആക്ടിങ് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അതിന് എക്സീഡ് ചെയ്യുന്ന ലെവലിൽ ഇതിൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ബിഫോർ ഡ്യൂഡ് നമുക്കറിയാവുന്നൊരു പടം എന്ന് പറയുന്നത് മറ്റേ 16-ാം നൂറ്റാണ്ടോ 18-ാം നൂറ്റാണ്ട് പറഞ്ഞൊരു പടത്തിനകത്ത് നങ്ങേലിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ആ സമയത്ത് തന്നെ നമുക്ക് മല്ലൂസിനെ കുറേ പേർക്ക് അറിയാവുന്നതാണ്, കൈഡുവിനെ. അത് നമുക്ക് മറന്നുപോയൊരു ഹിസ്റ്ററി ശരിക്കും പറഞ്ഞു തരുന്നൊരു പടമായിരുന്നു. ഓക്കെ, നിങ്ങൾ പാരൻസൊക്കെ ഇത് നിങ്ങൾക്ക് പിള്ളേർക്ക് ഇത് ആരാണ് നങ്ങേലിന്നോ മൂപ്പരുത്ത് ചെയ്ത കാര്യം എന്താണെന്നോ അറിയാത്തവരൊക്കെ പറഞ്ഞു കൊടുക്കുക പിള്ളേർക്ക് ആരാണ് നങ്ങേലിന്ന്, അവരെന്ത് ചെയ്തു എന്നൊക്കെ. പിന്നെ ബാക്കി ടൊവിനോ സെക്കൻഡ് ഹാഫിൽ മൂപ്പരുടെ അഭിനയം മാക്സിമം പിടിച്ചിട്ടുണ്ട്. ആക്ടിങ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, മൂപ്പര് മാക്സിമം ഇത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഉള്ള ആക്ടേഴ്സിൻ്റെ ബാബുരാജിൻ്റെ ഒക്കെ ആക്ടിങ് നന്നായിരുന്നെങ്കിലും ടി ജി രവി സാറിൻ്റെ ഒക്കെ ആക്ടിങ്ങുകളും എനിക്കും ഭയങ്കര ഡ്രാമയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, ഇനി അത് ആ ഒരു സ്റ്റൈലുള്ള ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ തിയേറ്ററിൽ നടന്ന സമയത്ത് പലരും പറഞ്ഞൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ ഡ്രാമയായിട്ടുണ്ടെന്നായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ സിനിമ കാണുക, ലൈക്ക് എ സെഡ് തിയേറ്റർ വാച്ചബിളാണ്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് തന്നെ കാണാം. ഓവർ വൾഗർനെസ്സോ അല്ലെങ്കിൽ ഓവർ വയലൻസോ ആണെന്നും കാണിക്കുന്നില്ല. പണ്ട് കാലത്ത് നടന്ന റൈറ്റ്സും ആ സമയത്ത് വരുന്നുള്ള കൊളാട്രൽ ഡാമേജസ് ഒക്കെയാണ് ഈ പടത്തിനകത്ത് കാണിക്കുന്നത്. കൊളാട്രൽ ഡാമേജ് എന്ന പേരിൽ അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റുമോ ആ ഒരു വാക്കെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് നടന്നിട്ടുള്ള ചൂഷണം ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ ഈ പടത്തിനകത്ത് വൃത്തിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. ലൈക്ക് ഐ സെഡ്, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ടൊവിനോ ഫാൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെടാണ്ടൊരു പടമാണ്. പിന്നെ വില്ലൻ്റെ ഫാൻസിനും വില്ലൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം അടിപൊളിയാണ്. വില്ലൻ്റെ സ്ക്രീൻ പ്രസൻസ് വരുന്ന സമയത്ത് തന്നെ തിയേറ്ററിൽ ടൊവിനോ ഫാൻസ് അടക്കം ഞാനടക്കമുള്ള എല്ലാവരും അത്രയും ഹൈ ആവുന്നൊരു മൊമെൻ്റ് അതിനകത്തുണ്ട് വില്ലൻ്റെ. ഓക്കെ, അപ്പോൾ പിന്നെ വില്ലനെ പറ്റി പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് മൂപ്പരത് കാണിച്ചേക്കുന്നത്. ബിഫോർ നെമ്മറ അല്ലെങ്കിൽ വേറെ മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് മൂപ്പര് വില്ലനെ ഈ പടത്തിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നന്നായിരുന്നു. നല്ല കട്ടയ്ക്ക് വില്ലനിസം മൂപ്പര് ഉള്ള സമയത്ത് എത്രത്തോളം വില്ലനിസം കാണിക്കണോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇഷ്ടപ്പെട്ട വേറൊരു മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഞാനുമായിട്ട് എത്രത്തോളം ഒത്തു പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞ റിവ്യൂസ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂ പറയുന്നതായിരിക്കും. ഗൈസ്, സ്റ്റേ ട്യൂൺ ആൻഡ് വിഷുവൊക്കെയല്ലേ, എല്ലാവരും ഫാമിലിയായിട്ട് മാക്സിമം അടിച്ചു പൊളിച്ച് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പുറത്തൊക്കെ പോവുക, ഷോപ്പിങ്ങോ അല്ലെങ്കിൽ സാധനങ്ങളോ അങ്ങനെ സിനിമ കാണാനൊക്കെ പുറത്തേക്ക് പോവുക.
ലൈക്ക് ഐ സെഡ്, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ യുണൈറ്റഡ്. ഓക്കെ, ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ വാണ്ടഡ്. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂ പറയുന്നതായിരിക്കും ഗൈസ്.